അസ്സലാമു അലൈക്കും. ഏർവാടി പരിസരത്ത് ചിതറിക്കിടക്കുന്ന അനേകം ശുഹദാക്കളിൽപ്പെട്ട ചിലർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് കഞ്ഞിപ്പള്ളി ദർഗ എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഇവിടെ 7 മഹാന്മാരാണ് അന്തിയുറങ്ങുന്നത്. അറിയപ്പെടുന്ന പ്രധാന മക്ബറയായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹുവിൻ്റെ മക്ബറയുടെ കിഴക്ക് ഗേറ്റ് വഴി ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയാൽ കഞ്ഞിപ്പള്ളിയിലെത്താം. ഇതേ വഴിയിൽ തന്നെയാണ് സാറാവുമ്മ ദർഗയുള്ളത്. ആദ്യം നമ്മൾ കാണുന്നത് സാറാവുമ്മ ദർഗയാണ്. അവിടെ നിന്നും ഏകദേശം 1/4 കിലോമീറ്ററുണ്ട്. മറ്റു ദർഗകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ദിവസവും മൗലൂദ്, ദിക്ർ അതേപോലെയുള്ള മജ്‌ലിസ് ഉണ്ട്. അതിനുശേഷം ഔഷധക്കഞ്ഞിയും കൂടിയുണ്ട്. ഇത് രണ്ടും അജ്മീർ ഹാജയുടെ നിർദ്ദേശപ്രകാരം ദൗലത്ത് ഖാൻ എന്ന് പറയുന്ന ഒരു മഹാൻ 60 വർഷം മുമ്പ് മുതൽ നടപ്പാക്കിയതാണ്. 3 തരം കഞ്ഞി ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇറച്ചിക്കഞ്ഞി, മധുരക്കഞ്ഞി, അതേപോലെ മസാലക്കഞ്ഞി. അതിൻ്റെ റേറ്റുകൾ വ്യത്യാസമാണ്. നമുക്ക് വേണമെങ്കിൽ നേർച്ചയാക്കാം. പലരും നേർച്ചയാക്കിയതിൻ്റെ ഫലമാണ് നമ്മൾ പോയി കഴിക്കുന്നതും. നമ്മുടെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ആദ്യമായി ഒരു കഞ്ഞി കൊടുക്കുന്നത് നല്ലതാണ്. ശേഷം ആവശ്യം നടന്നതിന് ശേഷം കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ക്യാഷ് അവിടെ അടച്ചാൽ മതി. കൂടാതെ ഇവിടെ ഒരു അജ്മീർ ഹാജയുടെ പേരിൽ ഒരു പള്ളി വരുന്നുണ്ട്. ഇപ്പോൾ നമസ്കരിക്കാൻ സൗകര്യം ഇവിടെ ഇല്ല. അതിനുവേണ്ടി നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പറെല്ലാം ഇവിടെ ഈ പരസ്യ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദർഗയുടെ കവാടം. ഈ ദർഗ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴാണ് കോൺക്രീറ്റ് രൂപത്തിലേക്ക് മാറ്റുന്നത്. ഇവിടെ ആദ്യം കാണുന്നത് ഒരു മജ്‌ലിസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്ർ ദുആ മജ്‌ലിസിൻ്റെ ഭാഗമാണ് ആദ്യം കാണുന്നത്. ഇതിന് ആദ്യത്തെ ഗേറ്റിന് ബാബു സലാം എന്നാണ് പേരിട്ടുള്ളത്. രണ്ടാമത്തെ ഗേറ്റിന് ബാബുൽ ജന്ന എന്നും പേരിട്ടിട്ടുണ്ട്. ആദ്യം കാണുന്നത് മക്ബറ ആണ് ഈ കാണുന്നത്. മീരാൻ വലി എന്നാണ് അവരുടെ പേര്. ഇവിടെയുള്ള കാണുന്ന 7 മക്ബറകളിൽ 6ഉം ഷഹീദുകളാണ്. ഒരാൾ മാത്രം വലിയാണ്. അവർ സിലോൺ മാധവകുളം എന്ന ഭാഗത്തുനിന്ന് വന്ന മഹാനാണ്. അദ്ദേഹത്തിന് വളരെ കറാമത്തുകളെല്ലാം പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇറാഖ് റാണിയുടെ അടുത്ത് തന്നെയാണ് അവരുടെ മക്ബറയായി കാണുന്നത്. അബ്ദാലിങ്ങളിൽപ്പെട്ട ആളാണ്. അതായത് അദ്ദേഹം ഇവിടെയാണെങ്കിലും അല്പസമയത്തിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന വിധത്തിലുള്ള അത്ഭുതങ്ങളും അദ്ദേഹത്തിൽ നിന്നും ദർശിച്ചിട്ടുണ്ട്. എല്ലാ മഹാന്മാരുടെയും പേരുകൾ അവിടെ തന്നെ എഴുതി വെച്ചതുകൊണ്ട് അത് എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. ഈ കാണുന്ന ഖബറുകൾക്ക് അപ്പുറമാണ് സ്ത്രീകൾക്ക് ഇരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നീണ്ട ഹാൾ പോലെയാണത്. അതിനെ ഓരോ ഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. പ്രധാന ഈ ഹാളിലാണ് 6 പേരെ ഖബറടക്കിയിരിക്കുന്നത്. പിന്നെ ഒരു ഖബറ് പേര് വെക്കാതെ അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറ്. ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം കാണുന്നുണ്ട്. അവിടെ പക്ഷേ പേര് വെച്ചിട്ടില്ല. അറിഞ്ഞത് അവിടെയാണെന്നാണ് പറഞ്ഞത്. ഇവിടേക്ക് നടന്നു വരാവുന്നതാണ്. പക്ഷേ ചൂട് സമയത്ത് ഉച്ച സമയത്തൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. 70 രൂപയാണ് ഓട്ടോറിക്ഷക്കാർ വാങ്ങിയത്. അതുകൊണ്ട് അതിരാവിലെ വന്ന് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം പോകുമായിരിക്കും നല്ലത്, സ്വന്തമായി വാഹനമില്ലാത്തവർ. ഇതാണ് ഗേറ്റിൻ്റെ ഭാഗം. ഇത് കഞ്ഞി കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ്. കഞ്ഞി ഹാളാണത്, കിച്ചണാണത്. അതിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് കഞ്ഞിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഈ ഭാഗത്താണ് പള്ളി ഉണ്ടാകുന്നത്. പള്ളിയുടെ കൺസ്ട്രക്ഷൻസ് ആണ് കാണുന്നത്. അവിടെ തന്നെ ഒരു കൊടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ഹാള്. നമ്മൾ ഇരിക്കുന്നത് ഹാൾ ഇതാണ്. ഇവിടെ നിന്ന് ഒരു ഷിഫാ തൈലം ഇവർ കൊടുക്കുന്നുണ്ട്. ഈ മജ്‌ലിസ് സ്ഥാപിച്ച അദ്ദേഹം തന്നെയാണ് അതുണ്ടാക്കുന്നത്. പിന്നെ പലതും ഇവിടെ ലഭിക്കുന്ന ഒരു കടയും അവിടെ ഉണ്ട്. അതും ഈ ദർഗയുടെ കീഴിൽ തന്നെയാണ്. അവർ തന്നെയാണ് നടത്തുന്നത്. ഇതാണ് മസ്ജിദിൻ്റെ നിർമ്മാണ പരസ്യം. ഇതിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. പള്ളിയുടെ നിർമ്മാണത്തിൽ സഹകരിക്കാവുന്നതാണ്. പിന്നെ ഇതാണ് ഷിഫാ തൈലത്തിൻ്റെ ഒരു പരസ്യം.
അത് രണ്ട് തരത്തിലുള്ള ഗുണമാണ്. ഒന്ന് ആയുർവേദം എന്നുള്ള നിലക്കും, മറ്റൊന്ന് ഇവിടുത്തെ മഹാന്മാരുമായി ബന്ധപ്പെട്ട ആൾ ഉണ്ടാക്കിയത് എന്നുള്ള നിലക്കും. ഷിഫ തൈലം. പിന്നെ 3 തരം കഞ്ഞിയുടെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞങ്ങൾ കുടിച്ച ദിവസം ഇറച്ചിക്കഞ്ഞിയായിരുന്നു. ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ള അത്രയേ ഉള്ളൂ, അല്ലാതെ ഇറച്ചി കഷ്ണമൊന്നും അതിൽ കാണുന്നില്ല. മരുന്ന് കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ടൂർ ഓപ്പറേറ്ററുടെ ഫോൺ നമ്പർ അവിടെ കാണാം. നമ്മൾ ഹാളിലേക്ക് കടക്കുന്നതിനനുസരിച്ച് ഉള്ള മഹാന്മാരുടെ പേരുകളാണ് ഇത് യഥാക്രമം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മാധവക്കുളം എന്നവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് വന്നവരും പിന്നെ ഷഹീദുകളുമാണ്. അബൂബക്കർ എന്നിവരുടെ ഖബർ ഇതിൽ കെട്ടിപ്പൊക്കിയതായി കാണുന്നില്ല. അത് ഒരു സൈഡിൽ മണൽ രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നത്. ഈ മഹാന്മാരുടെ ചാരത്തു നിന്നുള്ള നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇവരെ തവസ്സുലാക്കിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവെ, ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ, ഹലാലായ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി തരണമേ.